എന്ന് പറയാനുള്ള കാരണം പറഞ്ഞു. എന്നിട്ട് എന്തേ കാന്തപുരം ഉസ്താദാലയിലേക്ക് വന്നത് പറയട്ടെ. പള്ളി മിമ്പറുകളിൽ ഒതുങ്ങാത്ത സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട കേരളത്തിലെ പഴയകാല പണ്ഡിത പാരമ്പര്യവും ഇത്തരം ഉദ്യമങ്ങൾക്ക് AP അബൂബക്കർ മുസ്ലിയാർക്ക് പ്രചോദനമായി വർത്തിക്കുന്നു. അതേ, ഒരു ഭാഗത്ത് തീത്തുപ്പുന്ന പീരങ്കിക്ക് മുമ്പിലേക്ക് വിരിമാറി കാണിച്ചു കൊടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരഗോതയിൽ ഇറങ്ങാൻ ആഹ്വാനം നടത്തിയ പുലിക്കുട്ടിയായ ഉമർ ഖാൻ റളിയല്ലാഹു തആല അൻഹു ദണ്ഡീക്കടപ്പുറത്തേക്ക് കടൽ യാത്ര നടത്തി വെള്ളം വറ്റി ചുപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരനെതിരെ സമരപ്രഖ്യാപനം നടത്തുന്ന ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് നികുതി നിഷേധ പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വന്ന കാക്കത്തറവാട്ടിനെ കാരണവരായി മറക്കാതെ പുലിക്കുട്ടിയെ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ചീറിയെടുക്കുമ്പോൾ അങ്ങ് മദീന മക്ബറയിലും റസൂലുള്ളാഹി തങ്ങൾ പച്ചക്കുബ്ബയ്ക്ക് കീഴടക്കുമ്പോൾ ഒരു കൊച്ചനിയെ പോലെ കരഞ്ഞുകൊണ്ട് യാ അക്റമൽ ഖുറമാ അലാ അൽതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും. അങ്ങനെ മലബാറിന്റെ മണ്ണിൽ നിന്ന് ഞാനിവിടെ വന്നത് ഇഷ്ടം മനസ്സിൽ പേറിക്കൊണ്ടാണ്. എന്റെ കൺതടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന ബാഷ്പകണങ്ങൾ അത് അവിടത്തോടുള്ള പ്രേമമാണെന്ന് പറഞ്ഞ് പ്രവാചക പ്രേമത്തിന് മുമ്പിൽ ചൂളിപ്പോയ ഉമർ ഖാദി ന്റെ പാരമ്പര്യമാണ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയ്ക്ക് പ്രചോദനമെന്ന് പ്രബോധനം എഴുതുമ്പോൾ കേരളത്തിലെ ബിദ്അത്തുകാർക്കെതിരെ ഈറ്റപ്പുലിയെ പോലെ പടപ്പോക്കുമായി വരുന്ന അതേ ഗൗരവമായി സംഘിക്കുന്ന കാന്തപുരം, ആ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന മഹാമനീഷ. പക്ഷേ പ്രവാചക പ്രേമത്തിന്റെ മുമ്പിലെത്തുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തിരുശേഷിപ്പുകളെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ആ തിരുശേഷിപ്പുകളോടുള്ള ബഹുമാനം കാരണം അത് നഷ്ടപ്പെടുന്ന മനസ്സിലാക്കി പഞ്ചപുച്ഛമടക്കി ആദരവോട് കൂടെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ അങ്ങേറ്റത്തെ രൂപം ഉമർ ഖാദിയിൽ കണ്ടതുപോലെ ഈ പണ്ഡിതനും കാണുന്നു എന്ന് വാൽക്കഷ്ടമായി നാം കൂട്ടിക്കൊടുക്കേണ്ടതാണ്. തീർന്നിട്ടില്ല, ഇനി നോക്കിക്കോളൂ പറയുന്ന വാക്ക്. കേരളത്തിലെ യാഥാസ്ഥിതിക സുന്നികളിൽ ഒരു വിഭാഗം ഇന്ന് AP അബൂബക്കർ മുസ്ലിയാരെ കാണുന്നത് തങ്ങളുടെ നവോത്ഥാന നായകനും പരിഷ്കർത്താവുമായിട്ടാണ്. വളരെ കറക്റ്റ്. നമ്മൾ അങ്ങനെ തന്നെ ഉസ്താദിനെ കാണുക. അത് നേരത്തെ പ്രസംഗത്തെ സൂചിപ്പിക്കുകയും നവോത്ഥാനം എന്ന പരികൽപ്പനയുടെ ദാർശനിക വിവക്ഷ എന്തായിരുന്നാലും ഒരു വിഭാഗത്തിന്റെ മാനസികവും സാമൂഹികവും ഭൗതികവും ആയ എന്താ വേണ്ടത്? മാനസികം, അതേപോലെ സാമൂഹികം, അതുപോലെ ഭൗതികം ആയ വളർച്ച സാമൂഹിക ശാസ്ത്രത്തിന്റെ വിശകലന മാനദണ്ഡ പ്രകാരം നവോത്ഥാനം തന്നെയാണ്. ഈ അർത്ഥത്തിൽ തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ യാഥാസ്ഥിതിക സുന്നികളുടെ നവോത്ഥാന നായകനായത്. ഇനി കിട്ടുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാഥാസ്ഥിതിക സുന്നികളുടെ പ്രധാന അസറ്റായ മുസ്ലിയാക്കന്മാരെ അപകർഷതാബോധത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അതാ ഞങ്ങൾ മോശക്കാരാണോ എന്നോർത്ത് നിന്ന് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ട് പുറകിലേക്ക് പോയ ആളുകളെ നേരെ ഫോർവേഡാക്കി കൊണ്ടുവന്ന് അഭിമാനത്തിന്റെ ആളുകളാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് ഹസറിട്ടിട്ടാ പറഞ്ഞത്. ഏത്? കാന്തപുരത്തിന് മാത്രമാണ്. തീർന്നിട്ടില്ല. സിക്കുകാരനായ നമ്മുടെ പ്രധാനമന്ത്രി തലയിലണിയുന്ന തലപ്പാവ് അദ്ദേഹത്തിന് കുറച്ചിലായി അനുഭവപ്പെടാത്തതുപോലെ കേരളത്തിലെ ഒരു മുസ്ലിയാർക്കും തന്റെ തലയിക്കെട്ട് ഇന്നൊരു കുറച്ചിലായി അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമായി പോലും അതിനെ കാണുന്ന സ്ഥിതിവിശേഷവും സംജാതമായിട്ടുണ്ട്. അതെ, നമ്മളെ മട്ടത്തിന് ഒരു തലക്കെട്ട് കെട്ടിയിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ ചെല്ല, ഒരു പരിപാടിക്കും കറക്റ്റും ചർച്ച നടക്കുമ്പോ തലക്കെട്ട് കെട്ടി നിൽക്കി. ഇതൊരു അഭിമാനമാണ്. ഇത് അഭിമാനമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? AP ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇനി
കാറും ബൈക്കും ഒന്നും നമുക്ക് നിങ്ങൾ 2 സക്കാബിയാസിന് മാത്രം നോക്കിക്കോളെങ്കിൽ ഒരു തരം പറയാണ് കാറും ബൈക്കും. ഈ കാറും ബൈക്കും ഒന്നും പ്രമാണിമാരുടെയും അവരുടെ മക്കളുടെയും കുത്തകയല്ല. നാട്ടും പുറത്തെ മുസ്ലിയാക്കന്മാർക്കും ഇന്നത് പ്രാപ്യമാണ്. എപ്പിത്തെ തെളിയിച്ചു കൊടുത്തതാണ്. ഒക്കെ പണ്ട് പിന്നെ പറയുന്നു, സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങളുടെ സാങ്കേതികമായ ഗുണനിലവാരവും ഉള്ളടക്കത്തിലെ വൈവിധ്യവും ഒരു 10 കൊല്ലം മുമ്പ് വരെ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ ആകാത്തതായിരുന്നു. കാര്യങ്ങൾ 10 കൊല്ലം മുമ്പ് ഇറ്റങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തടുത്ത് നമ്മളെ പ്രസിദ്ധീകരണങ്ങളും മറ്റും ഇന്നെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും സുന്നികൾ ഇന്ന് പുരോഗതി വിഭാഗത്തെ പോലും അതിശയിപ്പിക്കും വിധം വളർച്ചയുടെ പാതയിലാണ്. മലയാളമോ ഇംഗ്ലീഷോ പോകട്ടെ, ഭാഷ എന്ന നിലയിൽ അറബി പോലും അറിയാത്ത നെഹ്റു സർഫ് മാത്രം കലക്കി കുടിച്ചായിരുന്നു മുമ്പ് കാലത്ത് സുന്നി സ്ഥാപനങ്ങളൊക്കെ പഠിച്ചിറങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് അറബിയും ഉറുദുവും മലയാളവും ഇംഗ്ലീഷും ദൂരെ എഴുതിയതാണ്. തുളുവും തെലുങ്കും കർണാടകയും മറാഠിയും ഗുജറാത്തിയും നമുക്ക് കൂട്ടാം, ഏതോ ആകട്ടെ, ഇതെല്ലാം നന്നായി അറിയുന്ന എത്രയോ പേർ സുന്നി സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ കൂട്ടത്തിലുണ്ട്. ഇനി അടുത്ത വരി കേട്ടോളൂ. ശുദ്ധമായ അറബി ഭാഷയിൽ